ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. മക്കളെ, നമ്മൾ പാർട്ട് 8 കഴിഞ്ഞ് പാർട്ട് 9ലേക്ക് കടന്നിരിക്കുകയാണ്, റാപ്പിഡ് റിവിഷൻ്റെ. സോ മക്കളെ, പാർട്ട് 8ഉം പാർട്ട് 9ഉം കാണുന്ന കുട്ടികൾക്ക് ഒരിക്കലും എസ് എ ക്വസ്റ്റ്യൻ നഷ്ടപ്പെടത്തില്ല. എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. അതിനകത്തെ 17, 18, 19, 20 എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 8ൽ പഠിച്ചു. പാർട്ട് 9ൽ പഠിക്കാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് 100% ഉറപ്പാണ് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയായി? പാർട്ട് 8 കാണുന്ന കുട്ടിക്ക് 6ഉം പാർട്ട് 9 കാണുന്ന കുട്ടിക്ക് 6ഉം കിട്ടിക്കഴിഞ്ഞാൽ 12 മാർക്ക് ഉറപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ് ചുമ്മാതല്ല മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് എടുത്ത് മറക്കുക. അതിനകത്ത് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. 4 എണ്ണത്തിൽ 3 എണ്ണം എഴുതണം. ഒരെണ്ണം നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല എന്തായാലും, ഇൻ്റഗ്രൽ ഡിഫറൻസിയേഷൻ ആണ്, അതിലേക്ക് കടക്കേണ്ട. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം മക്കളെ, വന്നിരിക്കും കേട്ടോ. അത്ര ഉറപ്പ് ഞാൻ പറയുവാണ്, പഠിക്കാതെ ഒരുത്തനും പോകരുത് എക്സാമിന്, കേട്ടല്ലോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മക്കളെ, നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ആ ഒരു സ്നേഹം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും കാണിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് എക്സാം നല്ല തകർത്ത് നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങാം. മക്കളെ, നിങ്ങളുടെ മാക്സിമം വ്യൂവും മാക്സിമം കമൻറ്റും മാക്സിമം ലൈക്കും ഒക്കെ വരുവാണെങ്കിൽ ഞാൻ എക്സാമിന് മുമ്പ് നമ്മുടെ ഒരു കിടിലെ ലൈവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സാമിൻ്റെ തലേദിവസം. സോ അത് നിങ്ങൾ കൂടുതൽ കുട്ടികൾ കാണാനുണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് കിടക്കുവാണ്. നമ്മുടെ LPP എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. കണ്ടു കാണും അല്ലേ. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. റാപ്പിഡ് സേ എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് തൊട്ട് കിടിലായിട്ട് പഠിച്ചു പോകാം. നല്ലൊരു കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് എക്സാമിന് പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായിക്കേണ്ടത് മാക്സിമൈസ്. അപ്പോൾ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാകും. സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ് 2 സംഭവം തന്നിട്ടുണ്ട്, പിന്നെ ഈ ഒരു സാധനം തന്നിട്ടുണ്ട്. എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഇത് ഓരോന്നും ലൈനുകളുടെ ഇക്വേഷനാണ്. ഈ തന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു സാധനം ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ആദ്യം ചെയ്യേണ്ടത് മക്കളെ, ഈ 2 ഇക്വേഷൻ നിങ്ങൾ എടുത്തെഴുതുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? x + y <= 50 എന്നാണ്. പക്ഷെ അത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഈക്വൽ ടു എഴുതിയാൽ മതി. എന്ന് പറയുമ്പോൾ x + y = 50. അതേപോലെ ഈ ഇക്വേഷനും അതേപോലെ എടുത്തെഴുതുക. 3x + y = 90 അല്ലെങ്കിൽ 90. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ബോക്സ് വരയ്ക്കുക. ഇതിന് കുറേ കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും ഈ ക്വസ്റ്റ്യൻ, എങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന മക്കളെ അതേപോലെ തന്നെ അതേ സ്റ്റെപ്പുകൾ ഓർത്ത് നിങ്ങൾ ചെയ്തോണം. ഓക്കെ ആണല്ലോ? യെസ്, ഇതിൻ്റെ ബോക്സ് വരച്ചു, 2 എണ്ണത്തിനും ബോക്സ് വരച്ചു. സോ ഇത് x y ബോക്സ് ചിലപ്പോൾ നീളത്തിലായിരിക്കും, നേരെയായിരിക്കും വരച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ബോക്സ് വരച്ചാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നോക്കിക്കോണേ. ആദ്യം ഞാൻ ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു. എക്സിന് 0 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ, എക്സിന് ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ ടേം പോയി. അപ്പോൾ നമുക്ക് y കിട്ടും. y എത്രയാടാ? y എന്ന് പറയണത് 50. സോ ഇവിടെ y എത്ര കിട്ടി? 50. സിമ്പിൾ പരിപാടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന yക്ക് 0 ഇട്ട് കൊടുക്കും. yക്ക് 0 ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ y പോയി. അപ്പോൾ നമുക്ക് x കിട്ടും. x എത്രയാടാ? 50. ഓക്കെ, ഇതാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യാൻ പോകുന്നത്. എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇവിടെ കിട്ടും. ഇതെന്തിനാണെന്ന് പറഞ്ഞു തരാം ഞാൻ. ഇവിടെ അതേപോലെ ചെയ്യാം. ആദ്യം ഞാൻ എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സിന് 0 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ ടേം മൊത്തം പോയി അല്ലേ. കാരണം എക്സിന് 0 ഇടുമ്പോൾ ഇത് 3 × 0 0 ആവും. സോ ഇത് മൊത്തം ഈ ടേം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് y കിട്ടും. y എത്രയാടാ? y 90. സോ y കിട്ടും 90. സെറ്റ്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? വൈക്ക് 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന നോക്കിയാണ്, y എന്ന് പറയുന്ന ആ ടേം പോയി, yക്ക് 0 ഇട്ട് കൊടുത്തു. സോ 3x എന്ന് പറയുമ്പോൾ 90 കിട്ടും. മക്കളെ ശ്രദ്ധിക്കണം, 3x ആണ് 90. നേരത്തെ എക്സും വൈയും ഡയറക്റ്റ് കിട്ടുമായിരുന്നു. ഇവിടെ 3x ആണ് 90. yക്ക് 0 ഇട്ട് കൊടുത്തു. 3x = 90 എന്ന് വന്നു. സോ 3x 90 ആണെങ്കിൽ x എത്രയാടാ മക്കളെ? ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആണ്. കാരണം 3 × x എന്നാണ് ഇവിടുത്തെ മീനിങ്. അപ്പോൾ 3x = 90 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ x എന്ന് പറയുമ്പോൾ ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 90/3 എന്ന് കിട്ടും. 90/3 എത്രയാണ്? x =
30 കിട്ടും, എക്സ് 30 എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ എക്സ് 30 കിട്ടി. യെസ്, ഇത്രയും പരിപാടി ഓക്കെ ആണല്ലോ. ഇത്രയാണ് നിങ്ങൾ ആദ്യം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി. ഈ 2 ബോക്സ് വരച്ച് വെക്കുക. വളരെ സ്ലോയി ഞാൻ പറഞ്ഞു തരാം. ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ അവർ മറിച്ചും തിരിച്ചും ചോദിച്ചോട്ടെ, നിനക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വിലയിരുത്തുക. എക്സ് മാക്സിമം എത്ര വരെയുണ്ട്? എക്സ് മാക്സിമം 50 വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നേരെയുള്ള ഈ ലൈനാണ് അല്ലേ, അത് 50 വരെ നമുക്ക് വരയ്ക്കണം. അടുത്ത വൈ എത്ര വരെ ഉണ്ടെന്ന് നോക്കുക, 90 വരെയുണ്ട്. അപ്പോൾ വൈ മുകളിലേക്ക് 90 വരെ വരയ്ക്കണം. സ്വയം ഒന്ന് വിലയിരുത്തുന്ന വേറൊന്നുമല്ല, പെൻസിൽ കൊണ്ടൊക്കെ വരച്ച ആകപ്പാടെ പിന്നെ തുടച്ച് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. സ്വയം ഒന്ന് മനസ്സിലാക്കിയ ശേഷം അളവൊക്കെ എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കിയ ശേഷം പെൻസിലും സ്കെയിലും എടുത്ത് നല്ല വൃത്തിക്ക് വരയ്ക്കുക. എക്സ് 50 വരെ മാക്സിമം വേണം, വൈ 90 വരെ വേണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലൈൻ വരയ്ക്കാം. സോ യെസ്, എക്സ് 50 വരെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 10, 20, 30 വെച്ച് പോവാം. വൈ 90 വരെ വേണം. അപ്പോൾ നമുക്ക് 10, 20, 30, 40, 50, 60, 70, 80, 90. ഇങ്ങോട്ടും 10, 20, 30, 40, 50, 60, 70, 80 മതിയല്ലോ. 0, 10, 20, 30, 40, 50, 60, 70, 80, 90. ഇങ്ങോട്ട് 10, 20, 30, 40, 50, 60, 70, 80, 90. ഓക്കെ, നല്ല വൃത്തിക്ക് നിങ്ങൾ കറക്റ്റ് അകലത്തിൽ വരും. കറക്റ്റ് അകലം വേണം കേട്ടോ. കറക്റ്റ് ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടും അകലം വേണം. ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് പോയിന്റ്സ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് അകലം എടുത്ത് വരയ്ക്കാൻ പറയുന്നത്. കറക്റ്റ് അകലം അല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കുകളുണ്ട്. പക്ഷെ നിങ്ങൾ കറക്റ്റ് അകലത്തിൽ വരച്ചാൽ മതി. യെസ്, ഇത് വരച്ചു വെച്ചു. ഇവിടെ എക്സ് എന്നൊക്കെ കൊടുത്തു. ഇത് എക്സും ഇത് വൈയും. ഇനി നോക്കിക്കടാ, എക്സ് എത്രയാണ്? 50. വൈ എത്രയാണ്? 50. ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. എക്സിൻ്റെ നേരെ കിടക്കുന്ന നമ്പർ നോക്കുക, വൈയുടെ നേരെ കിടക്കുന്ന നമ്പർ നോക്കുക. ഈ 0 അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം എക്സ് 50ഉം വൈ 50ഉം. അപ്പോൾ ദേ എക്സ് എന്ന് പറയണതിന് നേരെ എക്സ് ആക്സിസ് ഇതാണെന്നറിയാമോ, നേരെ കിടക്കുന്നതാണ് എക്സ് ആക്സിസ്. എക്സിൻ്റെ അവിടുത്തെ 50 മാർക്ക് ചെയ്യുക, വൈയുടെ അവിടുത്തെ 50 മാർക്ക് ചെയ്യുക. അപ്പോൾ ആ 2 പോയിന്റ് കൂടെ കടന്നു പോകുന്ന ലൈനാണ് നമ്മുടെ ഈ ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുവഴി കടന്നു പോകുന്ന ലൈൻ വരയ്ക്കാം. സോ നമ്മുടെ ലൈൻ ഇതുവഴിയും കടന്നു പോകും. കറക്റ്റായിട്ട് വരച്ചോണേ, നല്ല വൃത്തിക്ക് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ. യെസ്, ഈ വരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആ ലൈൻ്റെ പേര് ആ ലൈൻ്റെ മുകളിൽ എഴുതുക. എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 50 എന്നാണ്. അത് തെറ്റാതെ അവിടെ തന്നെ എഴുതി വെക്കുക. എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 50. ലൈൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ലൈൻ മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയാലോ. അതുകൊണ്ട് ലൈൻ മാറിപ്പോകാതെ ആ ലൈൻ്റെ പേര് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പരിപാടി മക്കളെ അടുത്തതിൻ്റെ നോക്കുക. എക്സ് 30ഉം വൈ 90ഉം. മാറിപ്പോലെ എക്സ് 30ഉം വൈ 90ഉം കടന്നു പോകുന്ന ലൈൻ നല്ല വൃത്തിക്ക് അങ്ങ് വരയ്ക്കുക. യെസ്, ലൈൻ്റെ പേര് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ലൈൻ്റെ പേര് അതിൻ്റെ മുകളിൽ എഴുതണം. 3x + y = 90. സെറ്റ്. ഓക്കെ, ഇനി ഇത്രയും വരെ വരച്ചല്ലോ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ഷെയ്ഡ് പോർഷൻ. നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ ഷെയ്ഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഈ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കാം. നമുക്ക് ഏത് ഭാഗമാണെന്ന് നമുക്ക് അറിയത്തില്ല. ചുമ്മാ കറക്കി കുത്തി ഈ ഭാഗമായിരിക്കും എന്നൊക്കെ ചുമ്മാ ചിലർ പറയും. പക്ഷെ അങ്ങനെയല്ല, കാര്യം അറിഞ്ഞ് പഠിക്കണം മക്കളെ. അപ്പോൾ ഇത് എവിടെയായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പോർഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ നമ്മുടെ ബാച്ചിലെ കുട്ടികളെ ഞാനൊരു കഥ പോലെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. കുറച്ച് സമയം എടുത്താണെങ്കിലും കഥ പോലെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്ന കഥ ബാച്ചിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കഥ ഓർക്കുന്നുണ്ടായിരിക്കും. നല്ല ഒരു ലൈൻ കേസിൻ്റെ കഥ പോലെയാണ് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, കുറച്ച് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. മക്കളെ, ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് പോർഷൻ കണ്ടുപിടിക്കേണ്ടത്, കോമൺ ഏരിയ കണ്ടുപിടിക്കേണ്ടത്, ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറയും അതിനെ. ആ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇക്വേഷൻ കണ്ട, ഈ 2 ഇക്വേഷൻ എടുത്ത് എഴുതി വെക്കുക. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, അത് അങ്ങനെ തന്നെ എഴുതുക. മറ്റേതും
3x + y <= 90. 3x + y <= 90. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം 0, 0 എന്ന് പറയുന്ന ആ ഒരു ഒറിജിൻ ഇല്ലേ, ഇതല്ലേ ഒറിജിൻ, ആ ഒറിജിൻ അവിടെ ഇട്ട് കൊടുക്കുക. ഒറിജിൻ അവിടെ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എക്സിന് 0 അപ്പോൾ y കിട്ടും, വൈക്ക് 0 x കിട്ടും, അങ്ങനെയായിരുന്നു. ഇവിടെ നമ്മൾ 0, 0 ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. രണ്ട് സ്ഥലത്തും നമ്മൾ 0, 0 ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ എന്ത് വരും നോക്കിയടാ, ഇവിടെ എക്സിന് 0 വൈക്കും 0 ഇട്ടുമ്പോൾ ഇത് മൊത്തം 0 ആവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 <= 50 എന്ന് കിട്ടും. ഇവിടെയോ, ഇവിടെയും എക്സിന് 0 വൈക്കും 0 ഇട്ടുമ്പോൾ ഇത് മൊത്തം 0 ആവും. അപ്പോൾ ഇവിടെയും കിട്ടും 0 <= 90. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഒരു സംഭവം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ, എടാ ഇവിടെ എനിക്ക് കിട്ടിയ സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന പരിപാടിയാണ്. ഇവിടെ വാ തുറന്നിരിക്കുന്ന ഭാഗത്തുള്ളവൻ വലുതും ഈ കൂർത്തിരിക്കുന്ന ഭാഗത്തുള്ളവൻ ചെറുതും, കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയ എന്താണ്, 0-ത്തേക്കാൾ വലുതാണ് 50. ശരിയാണോ തെറ്റാണോ? 0-ത്തേക്കാൾ വലുതാണ് 50 അല്ലേ, യെസ്. അപ്പോൾ ഇത് ട്രൂ ആണ്, ട്രൂ. ഇനിയിപ്പോൾ തിരിച്ചായിരുന്നെങ്കിലോ, 0 വലുത് 50-നേക്കാളും, പൊട്ടത്തെറ്റ്, അത് ഫോൾസ് എന്നാകും. അപ്പോൾ നമ്മൾ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നോക്കാം, ഇതും ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് നോക്കാം. 0 ചെറുതെന്ന് വന്നു, 90 വലുതെന്ന് വന്നു, യെസ് ട്രൂ ആണ്. അപ്പോൾ ഇതും ട്രൂ, രണ്ടും ട്രൂ ആണല്ലേ, യെസ് രണ്ടും ട്രൂ ആണ്. അപ്പോൾ മക്കളെ ഈ ട്രൂവും ഫോൾസും എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 0, 0 ഇട്ട് കൊടുത്തല്ലേ, ഇട്ട് കൊടുത്ത പോയിന്റ് ഒറിജിൻ അല്ലേടാ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ, യെസ്. ട്രൂ ആണെങ്കിൽ ആ ലൈൻ്റെ ഷെയ്ഡഡ് പോർഷൻ വരുന്നത് ഈ 0, 0 ഉൾപ്പെടുന്ന ഭാഗത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഏത് ലൈനാടാ, ലൈൻ്റെ പേര് മാറാതെ എഴുതണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇത് ഏത് ലൈനാണ്, ഈ ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ലൈൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമ്മുടെ ഒറിജിൻ്റെ നേരെ വരും ഇതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ. ഇനി ഇത് ഫോൾസ് ആയിരുന്നെങ്കിലോ, ഈ ലൈൻ അങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. ഈ ലൈൻ ട്രൂ ആണ്, അപ്പം നമ്മുടെ ഒറിജിൻ്റെ നേരെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. സോ ഷെയ്ഡ് ചെയ്യുന്നതിന് പകരം ഞാൻ അവിടെ ഒരു ആരോ ഇടുന്നു, ഇത് ഇങ്ങനെ ഒരു ആരോ ഇടുന്നു. ഓക്കെ, ആരോ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് ഇങ്ങോട്ടേക്കാണ് എന്ന് കാണിക്കുക. ഇപ്പോൾ ഷെയ്ഡ് ചെയ്യേണ്ട കേട്ടോ, ഇങ്ങോട്ടേക്കാണെന്ന് കാണിക്കുക. ഓക്കെ, അത്രയും ക്ലിയർ ആയി. ഇനി ഇതും ട്രൂ ആണല്ലേ എന്ന് പറഞ്ഞാൽ ഈ ലൈനും ട്രൂ ആണ്. സോ അതും നമ്മുടെ ഒറിജിൻ ഉൾപ്പെടുന്ന ഭാഗത്തേക്കായിരിക്കും വരുന്നത്. സോ ഇങ്ങോട്ടേക്ക് നമുക്ക് അതും ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതും ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇതും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്തു. ആരോ ഇട്ടു. എടാ മക്കളെ ഇവിടെ നോക്കിയടാ, രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് പോർഷൻ വരുന്ന രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ആ റീജിയൻ എവിടെയാണ്, അവിടെയാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇനി ഒരു കാര്യം കൂടെ പറയണം. നമ്മുടെ തുടക്കം നമ്മുടെ ഈ ഒരു സാധനമില്ലടാ, x > 0 y > 0, അതെന്താന്ന് പറഞ്ഞാൽ അതൊരു ലൈനൊന്നുമല്ല. അത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡറിൻ്റെ പുറത്ത് അല്ല, ഇതിൻ്റെ അകത്ത് വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ആ സാധനം തന്നിരിക്കുന്നത്. എന്ന് പറയുക ഇതിൻ്റെ പുറത്തേക്ക് പോകണ്ട, ഈ ഒരു ബോർഡറിൻ്റെ താഴത്തേക്കും ഇപ്പുറത്തേക്കും പോകണ്ട എന്ന് പറയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ നോക്കുകയേ വേണ്ട. ഇവിടെയാണോ ഇവിടെ ഈ ഒരു ഭാഗത്ത് രണ്ട് പാർട്സും ഉണ്ടോ, രണ്ടിൻ്റെയും കോമൺ റീജിയൻ ഉണ്ടോ, ഇല്ല. അതിനാണെങ്കിൽ രണ്ട് കളർ വെച്ച് ഞാൻ വരച്ചത്. നിങ്ങൾ വേണമെങ്കിൽ ഒരെണ്ണം പെൻസിൽ വെച്ച് ഒരെണ്ണം പേന വെച്ചു ആരോ ഇട്ടു, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ കത്തും. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ മഞ്ഞ ആരോ മാത്രമേ ഉള്ളൂ അല്ലേ, അവിടെയും ഇല്ല. ഈ ഒരു ഭാഗം നോക്കിയടാ, യെസ് അവിടുത്തെ പച്ച കളറുമുണ്ട് മഞ്ഞ കളറുമുണ്ട്. അതായത് രണ്ട് ലൈൻ്റെയും കോമൺ വരുന്ന സ്ഥലം അവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. സോ അത് നമ്മൾ നല്ല വൃത്തിക്ക് അങ്ങ് ഷെയ്ഡ് ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് നല്ല വൃത്തിക്ക് അങ്ങ് ഷെയ്ഡ് ചെയ്ത് വെക്കടാ. ഇതാണ് നമ്മുടെ ഏരിയ, കോമൺ ഏരിയ. സോ അത് നമ്മൾ വൃത്തിക്ക് ഷെയ്ഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ കോമൺ ഏരിയ. നല്ല വൃത്തിക്ക് അങ്ങ് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. അത് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ ആ ഷെയ്ഡ് പോർഷൻ ഇങ്ങനെ ആ പേപ്പറിൽ നിന്ന് അങ്ങ് കീറിങ് വരും. ചിലവർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഷെയ്ഡ് പോർഷൻ ഇങ്ങനെ കീറിങ് എടുത്ത് തരും, എന്നാ സാറേ ഷെയ്ഡ് പോർഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. പേന കൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ കീറി അതിനകത്ത് പോരും, അതിങ്ങനെ തുളയായിരിക്കും അതിനകത്ത്. അതുകൊണ്ട് ഷെയ്ഡ് പോർഷൻ പെൻസിൽ കൊണ്ട് വളരെ സ്ലോയിൽ ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, ഷെയ്ഡ് പോർഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാം. കോർണർ പോയിന്റ്സ് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ കോർണറുകൾ, മൂലകൾ. ഏതൊക്കെയാണ് മൂലകൾ? ഒരെണ്ണം ഈ മൂല, ഈ മൂലയ്ക്ക് നമുക്കൊരു പേരിടാം.
ഈ മൂലയ്ക്ക് പേരിടാം എ എന്ന് പറഞ്ഞ് പേരിടാം എ. ഇത് ഒറിജിനാണ്. സോ 0 0. അടുത്ത് ഈ ബി എന്ന് പറയുന്ന ഈ ഒരു മൂല, അതിൻ്റെ പേര് ഇവിടെ 30 അല്ലേടാ. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിലെ പോയിന്റുകളെല്ലാം എങ്ങനെ എഴുതണത്? 0 10 10 0 20 0. നമ്മൾ എക്സ് ആക്സിലെ പോയിന്റുകളെല്ലാം എഴുതുന്നത് 10 0 20 0 ഇങ്ങനെയാണ് എഴുതുന്നത്. ആദ്യം എക്സും പിന്നെ 0. ഇവിടെ എല്ലാം ഇങ്ങനെ എഴുതാം പോയിന്റ്സ് ആയിട്ട്. വൈ ആക്സിലെ പോയിന്റ് എല്ലാം വൈ ആക്സിലെ 10നെ നമ്മൾ എഴുതുന്നത് 0 10 എന്നാണ്. വൈ ആക്സിൽ 20നെ എഴുതുന്നത് 0 20 എന്നാണ്. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർ ഇനി അറിയാതെ പോകരുത്. അപ്പോൾ എക്സ് ആക്സിലെ പോയിന്റും വൈ ആക്സിലെ പോയിന്റും എഴുതണം, മനസ്സിലായല്ലോ. അപ്പോൾ ഈ പോയിന്റ് 30 അല്ലേ, അതിനെ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 30 0 ബി കിട്ടി. ഇനി ഇതാണ് നമ്മുടെ അടുത്ത മൂല. ഇത് സി എന്ന് ഞാൻ വിളിക്കാം, അത് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ നിൽക്ക്. അടുത്തത് ഇതാണ് നമ്മുടെ അടുത്ത മൂല, ഇത് 50ൻ്റെ അവിടുത്തെ, അതിനെ ഡി എന്ന് വിളിക്കുവാണ് മക്കളെ. ഇത് വൈ ആക്സ് ആണ്. വൈ ആക്സിലെ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 0 ആദ്യം എഴുതുക, പിന്നെ ആ പോയിന്റ് എഴുതുക. 0 50 സെറ്റ്. ഇനി ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ, നിങ്ങൾ നേരെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട്, കറക്റ്റ് അളവെടുത്ത് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടും 20. ഇനി ഇതിൻ്റെ നേരെ നോക്കുക 30. ആദ്യം എക്സ് ആക്സിസ് ആണ്. സോ അതുകൊണ്ട് എക്സിൻ്റെ നേരെ ഈ സ്കെയിൽ വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് 20 കിട്ടും. ഇത് നേരെ ഇങ്ങോട്ട് കിട്ടും 30. കറക്റ്റായിട്ട് വരച്ചവർക്ക് 20 30 എന്ന് കിട്ടും. 20 30 കിട്ടിക്കാണുമല്ലോ മക്കളെ. ഓക്കെ ആണല്ലോ. 20 30 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടി. ഇനി നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൻ്റെ കോർണർ പോയിന്റ്സിനകത്ത് ഏതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താടാ, ഏതാണ് മാക്സിമൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നിങ്ങൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട പരിപാടി, ഒരു ബോക്സ് വരയ്ക്കുക. നല്ല വൃത്തിയുള്ളൊരു ബോക്സ് വരയ്ക്കുക. യെസ്, ബോക്സ് വരച്ചു. ഇപ്പോൾ 4 കോർണർ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 4 റോ വരയ്ക്കാൻ പോണേ. 1 2. സോ ഇത് കോർണർ പോയിന്റ്സ് എന്ന്, ഇവിടെ കോർണർ പോയിന്റ്സ്. ഇവിടെ z ഇസിക്കൽ ടു നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ആ z ഇസിക്കൽ ടു 4x + y എന്ന് അവിടെ എഴുതുക. 4x + y. യെസ്, ഇത്ര എഴുതി മക്കളെ. കോർണർ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് നേരെ അങ്ങ് എഴുതി വെക്കട്ടെ. ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അതങ്ങനെ നേരെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. എ എന്ന് പറയുന്നത് എത്രയാണ്? 0 0. ബി എന്ന് പറയുന്നത് 50 0 അല്ല 30 0. ഓർഡർ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ പേര് കൊടുത്ത ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഇത് 20 30. ഡി എന്ന് പറയുമ്പോൾ 0 50. യെസ്. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി മക്കളെ, ഇതിനകത്ത് ഇത് എക്സും ഇത് വൈയും, എപ്പോഴും ആദ്യം എക്സും രണ്ടാമത് വൈയും ആണല്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സിന് പകരം ഈ 0 ഇട്ട് കൊടുക്കുക, വൈക്ക് പകരം ഈ 0 ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്റർ ചുമ്മാ എടുക്കടാ. കാൽക്കുലേറ്റർ എടുത്തിട്ട് 4 അടിക്കുക. എക്സിന് പകരം നമ്മുടെ ഈ ഒരാളെ ഇട്ട് കൊടുക്കുക 0 പ്ലസ് ബ്രാക്കറ്റിനകത്ത് വൈക്ക് പകരം ഇവനെ ഇട്ട് കൊടുക്കുക 0. അടുത്ത് ഇവിടെ അതേപോലെ തന്നെ 4 ബ്രാക്കറ്റിനകത്ത് ഇവിടുത്തെ 30 പ്ലസ് വൈ എന്നാണ്. സോ വൈക്ക് പകരം ഈ 0 സിമ്പിളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 0 + 0 0 കിട്ടും. ഇത് 4 × 3 120. ഇതപ്പോൾ എത്ര കിട്ടൂടാ? 30 സോറി ഇവിടെ അല്ലേ 20 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 80 ആവും. പ്ലസ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 30 110. അടുത്ത 0 50 50. ഇത്രയും കിട്ടി. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മക്കൾ ഇവിടെ ലാസ്റ്റ് നോക്കേണ്ട കാര്യം എന്തേ, ക്വസ്റ്റിനകത്ത് മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ തന്നിരിക്കണേന്ന് നോക്കുക. ഇവിടെ മാക്സിമം ഇവിടുത്തെ ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും വലിയ വാല്യൂ എത്രയാണ് മക്കളെ? 120. യെസ്, അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക, ഇതാണ് മാക്സിമം. ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ എഴുതിക്കുമ്പോൾ നമ്മുടെ 6 മാർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കും. Therefore the maximum value of z is എത്രയാണ്? 120 at ഏത് പോയിന്റ്?
മാക്സിമം വാല്യൂ ഓഫ് Z എന്ന് പറയുന്നത് 120 ആണ്. അറ്റ് ഏത് പോയിന്റ്? ബി എന്ന് പറയുന്ന പോയിന്റ്. അറ്റ് ബി 30 0. ഇത്രയുള്ള പരിപാടി കംപ്ലീറ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ പരിപാടിയാണ്. കൺസെപ്റ്റ് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിൽ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിന് 3 കോർണർ പോയിൻറ്റ്സേ വരത്തുള്ളൂ. കോർണർ എന്ന് പറഞ്ഞാൽ മൂലകൾ കേട്ടോ മക്കളെ, മൂലകളാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഏകദേശം 20 മിനിറ്റ്സിൽ കൂടുതലായി. വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം മക്കളെ. കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. സോ ഇത് ചെയ്ത് കഴിഞ്ഞവർ ഇതങ്ങ് ചെയ്യുക. ഇവിടെ ഒരു മൈനസ് ഉണ്ടേ, അത് ഓർത്തോണേ. ഇതും ഹോംവർക്കായിട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തരാം. നെക്സ്റ്റ് ഇത് കണ്ടല്ലോ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് 20, 21, 22 3 വർഷം അടുപ്പിച്ച് ചോദിച്ചതാണ്. സോ ചെയ്ത് നോക്കുക. ഇതും കണ്ടല്ലോ 2024 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കുക. മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എല്ലാം ആയി. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ചെയ്ത് നോക്കട്ടെ മക്കളെ. അപ്പോൾ 23, 24 പിന്നെ 20, 21 നമ്മളിപ്പോൾ നോക്കിയത് 20, 21, 22, 23, 24 പിന്നെ ഏതാണ് പിന്നെ നിങ്ങളുടെ 25 ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പം തന്നെ ആയി. 5-6 ക്വസ്റ്റ്യൻ അപ്പം തന്നെ ആയല്ലോ. സംഭവം പഠിച്ചു. ഓക്കെ, അപ്പം മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇത് കാണുമ്പോൾ ഡൗട്ട് തോന്നല്ലേ. ഇത് എക്സ് ഗ്രേറ്റർ ആൻ 0, വൈ ഗ്രേറ്റർ ആൻ 0 എന്ന് സ്പെഷ്യലായിട്ട് പ്രത്യേകം ഒരുമിച്ച് തന്നിരിക്കുവാണ്. നേരത്തെ 2 തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഒരുമിച്ച് തന്നിരിക്കുകയാണ് കേട്ടോ. അത് വേറെ ഡൗട്ടൊന്നും വരല്ലേ. ഓക്കെ അല്ലേടാ മക്കളെ? ഇതിപ്പോൾ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ ഇതൊരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം വരും. ഓക്കെ, ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് വരച്ചാണ്. ചിലവർക്ക് ഡൗട്ട് വരും. ചിലപ്പോൾ ഇതിൻ്റെ ആൻസർ ചിലവർക്ക് ഡൗട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആൻസർ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ വരും. റഫായിട്ട് ഞാൻ വരയ്ക്കുവാണേ. ഇങ്ങനെ വരും. ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ ട്രൂ ഫോൾസ് നോക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം ഇങ്ങോട്ടും പിന്നെ ഒരെണ്ണം ഇങ്ങോട്ടും വരും. ഇതല്ലല്ലോ, യെസ്, ഇങ്ങോട്ടും പോവും. അപ്പോൾ രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന സ്ഥലം ഇതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടം വരെയൊക്കെ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഇവിടെയാണല്ലോ. 0 വന്നോന്നില്ല. ഇതിൻ്റെ മൂലകൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ മൂലകൾ എന്ന് പറയുമ്പോൾ മക്കളെ അതേ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ. 3 മൂലകളേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. സോ 3 മൂലകളേ ഉള്ളൂ. കുഴപ്പമില്ല. 4 മൂല വന്നോന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 3 മൂല വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ബാക്കി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 3 മൂലകൾ കണ്ടുപിടിക്കുക. ഇവിടുന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് സിമ്പിളായിട്ട് കിട്ടും. ഈ പോയിന്റ് സിമ്പിളായിട്ട് കിട്ടും. കണ്ടുപിടിക്കുക. കോർണർ പോയിന്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് മാക്സിമം അല്ലേ ചോദിച്ചത്? യെസ്, മാക്സിമൈസ്. മാക്സിമം എന്ന് പറയുമ്പോൾ മാക്സിമം കണ്ടുപിടിക്കുക. അടുത്തത് മിനിമൈസ്, ഏറ്റവും കുറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുക. കുറഞ്ഞ വാല്യൂ. ഇവിടെ നെഗറ്റീവൊക്കെ വരും കേട്ടോ, ഓർത്തോണം. കുറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമൈസ്, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമൈസ്, മാക്സിമം വാല്യൂ. ഇവിടെ മാക്സിമം ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. മിനിമം ചോദിക്കാം, മാക്സിമം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വളരെ സ്ലോയിൽ പറഞ്ഞു തന്നതാണ്. വീണ്ടും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 20 മിനിറ്റ് എടുക്കും. അത് 40 മിനിറ്റ് ആകും. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്താകും. കാണാൻ നിങ്ങൾക്ക് തോന്നത്തില്ല. ഇതിൻ്റെ ഏകദേശം ഈ ഓരോ വീഡിയോയുടെ ലെങ്ത് നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്യണേന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കുമല്ലോ. കൂടുതൽ കുട്ടികൾ കാണട്ടെ മക്കളെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം കുട്ടികൾ കാണുക മക്കളെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാണെന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. നോ പ്രോബ്ലം. ഓക്കെ, കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് വേണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് മക്കളെ. സോ അതൊക്കെ എക്സാമിൻ്റെ തലേദിവസം നടക്കത്തുള്ളൂ. മാക്സിമം നിങ്ങളെ ജയിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 35,000 കുട്ടികളോളം തോറ്റതാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം എത്ര തന്നെ തോറ്റതാണ്. നിങ്ങളെല്ലാവരും ജയിക്കണം മക്കളെ. എല്ലാ മക്കളും ജയിക്കണം. മാക്സിമം ഇങ്ങോട്ട് പോരുക. നിങ്ങളെ ജയിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് ബാക്കി ബാച്ചുകളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പം നിങ്ങളുടെ കൂടെയാണ് മൊത്തം ടൈമും. അതുകൊണ്ട് നിങ്ങൾക്കിടുന്ന എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ മക്കളും ജയിക്കുക. എനിക്ക് വേണമെങ്കിൽ ബാച്ചിൽ മാത്രം ക്ലാസ് എടുത്താൽ മതി. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ ഉണ്ട്, എന്നെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ടൈം കണ്ടെത്തി ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കൂടുതൽ സമയം ബാച്ചിൽ ഇപ്പോൾ 2 ബാച്ചുണ്ട്. 2 ബാച്ചിലെ പിള്ളേരെ എനിക്ക് നോക്കണം. അത്രയും കുട്ടികളെ ഞാൻ തന്നെയാണ്
ഫുള്ള് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട് മക്കളെ. മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരാം. പക്ഷേ എൻ്റെ എല്ലാ മക്കളും ജയിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഈ വർഷത്തെ എക്സാം ജയിച്ചിരിക്കണം കേട്ടോ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, അത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലടാ. ഓക്കെ.